ഹായ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ത്രീ വേർഡ്സ് പെർ ഡേ ചലഞ്ച്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്ന് വൊക്കാബുലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബിസ്മൽ, അബിസ്, അക്കാഡമി എന്നുള്ള മൂന്ന് വേർഡ്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ മൂന്ന് വേർഡ്സിൻ്റെ ഓരോന്നായിട്ട് അർത്ഥങ്ങളും അത് ഉപയോഗിച്ചുള്ള സെൻറ്റൻസുകളൊക്കെ നമുക്ക് നോക്കാം. ആദ്യം അബിസ്മൽ എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ അർത്ഥം പറഞ്ഞിരിക്കുന്ന എക്സ്ട്രീംലി ബാഡ് എന്നുള്ളതാണ്. എക്സ്ട്രീംലി ബാഡ്. എക്സ്ട്രീംലി ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളത് എന്നർത്ഥം വരുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ മീനിങ് എന്ന് പറഞ്ഞാൽ അപ്പാലിംഗ്. അപ്പാലിംഗ് എന്ന് പറഞ്ഞാൽ വെരി ബാഡ്, ഷോക്കിംഗ്, വളരെ മോശമായിട്ടുള്ളത്. ഇപ്പം അബിസ്മൽ ഫുഡ് എന്ന് പറയും, അബിസ്മൽ പെർഫോമൻസ് എന്ന് പറയും, അബിസ്മൽ കണ്ടീഷൻ. അബിസ്മൽ ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ മോശം ഭക്ഷണം, അബിസ്മൽ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വളരെ മോശം പ്രകടനം, അബിസ്മൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വളരെ മോശം കണ്ടീഷൻ, അവസ്ഥ. അപ്പോൾ അബിസ്മൽ എന്ന് പറഞ്ഞാൽ വെരി ബാഡ്, എക്സ്ട്രീംലി ബാഡ് എന്നുള്ള അർത്ഥം വരുന്നതാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസ് മേക്കിങ്ങിൽ ദ ലിവിങ് കണ്ടീഷൻസ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് വേർ അബിസ്മൽ. റെഫ്യൂജി ക്യാമ്പിലെ, അഭയാർത്ഥി ക്യാമ്പിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. വിത്ത് ഇനാഡിക്വേറ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ശരിയായ രീതിയിലുള്ള ഷെൽട്ടറും അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ആഹാരങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. റെഫ്യൂജി ക്യാമ്പിൽ, അഭയാർത്ഥി ക്യാമ്പിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു, വളരെ മോശമായിരുന്നു എന്നുള്ളതാണ്. ദ കണ്ടീഷൻ or the conditions were very abysmal. The conditions were extremely bad. It was really shocking. രണ്ടാമത്തെ സെൻറ്റൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഹിസ് പെർഫോമൻസ് ഓൺ ദ എക്സാം വാസ് അബിസ്മൽ. പെർഫോമൻസ് വാസ് അബിസ്മൽ. അബിസ്മൽ പെർഫോമൻസ്, വളരെ മോശം പ്രകടനം. എക്സാമിൽ അവൻ്റെ പ്രകടനം അല്ലെങ്കിൽ എക്സാമിൽ വളരെ മോശമായിട്ടാണ് പെർഫോം ചെയ്തതെന്നുള്ളതാണ് അബിസ്മൽ പെർഫോമൻസ് ഇൻ ദി എക്സാമിനേഷൻ, അല്ലെങ്കിൽ അബിസ്മൽ പെർഫോമൻസ് ഇൻ ദി ഫൈനൽ ഗെയിം. ഇന്ത്യസ് പെർഫോമൻസ് ഇൻ ദ ഫൈനൽ ഗെയിം വാസ് വെരി അബിസ്മൽ. ഫൈനൽ ഗെയിമിൽ ഇന്ത്യയുടെ ദി പെർഫോമൻസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇൻ ദ ഫൈനൽ ഗെയിം ഓർ ഇൻ ദ ഫൈനൽ വാസ് വെരി അബിസ്മൽ. അബിസ്മൽ ആയിരുന്നു, വളരെ മോശമായിരുന്നു. അപ്പോൾ ഇവിടെ ഹിസ് പെർഫോമൻസ് ഓൺ ദ എക്സാമിൽ അവൻ്റെ പ്രകടനം, പെർഫോമൻസ് വളരെ മോശമായിരുന്നു. സ്കോറിംഗ് വെൽ ബിലോ ദ ക്ലാസ് ആവറേജിനും താഴെയാണ് അവൻ സ്കോർ ചെയ്തത്. ഇനാഡിക്വേറ്റ് എന്ന ആദ്യത്തെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ഇനാഡിക്വേറ്റ്, നോട്ട് ആഡിക്വേറ്റ്, അനുയോജ്യമല്ലാത്ത, പര്യാപ്തമല്ലാത്ത എന്നൊക്കെയുള്ള അർത്ഥം വരുന്നത്. ഇനാഡിക്വേറ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അഭയസ്ഥാനം എന്നൊക്കെ ഉള്ളതാണ്. മൂന്നാമത്തെ എക്സാമ്പിൾ ദ കമ്പനീസ് കസ്റ്റമർ സർവീസ് റിസീവ്ഡ് അബിസ്മൽ റിവ്യൂസ് ഡ്യൂ ടു ലോങ് വെയിറ്റ് ടൈംസ് ആൻഡ് അൺഹെൽപ്ഫുൾ റെസ്പോൺസസ്. അതായത് കമ്പനിയുടെ കസ്റ്റമർ സർവീസ്, അവരുടെ സർവീസിനെ കുറിച്ച് അവർക്ക് കിട്ടിയിട്ടുള്ള റിവ്യൂസ് എല്ലാം വളരെ അബിസ്മലായിരുന്നുള്ളതാണ്. റിവ്യൂസ് വെർ അബിസ്മൽ അബൌട്ട് ദി കമ്പനീസ് പെർഫോമൻസ്, അല്ലെങ്കിൽ അബൌട്ട് ദി കമ്പനീസ് കസ്റ്റമർ സർവീസ്. അപ്പോൾ കമ്പനി അവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അനാലിസിസ് എല്ലാം തന്നെ വളരെ അബിസ്മൽ റിവ്യൂസ് ആയിരുന്നു, വളരെ മോശമായിട്ടുള്ള റിവ്യൂസ് ആയിരുന്നു. ഡ്യൂ ടു ലോങ് വെയിറ്റ് ടൈംസ്, കസ്റ്റമറെ കൂടുതൽ വളരെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ അൺഹെൽപ്ഫുൾ ആയിട്ടുള്ള, ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്പോൺസസ്. ഈ കാരണങ്ങളാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിവ്യൂസ് വളരെ മോശമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിളാണ് അബിസ്മലിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാനുള്ളത്. രണ്ടാമത്തെ വൊക്കാബുലറി എന്ന് പറയുന്നത് അബിസ് എന്നാണ്. മോറോലെസ് അതുമായിട്ട് സാമ്യമുള്ളതാണ്. ABYSS എന്നാണ് സ്പെല്ലിംഗ്. ആദ്യത്തെ അബിസ്മൽ എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ അബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്. അപ്പം ഇവിടുത്തെ നമ്മളുടെ അബിസ് എന്ന് പറയുന്ന വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് ക്യാസം. ക്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ
തെസാറസ് എന്താണ് എഴുതുന്നത്? തിസോറസ് ഡിക്ഷണറിയാണിത് ആക്ച്വലി. ഇത് ഞാനിത് മൈക്രോസോഫ്റ്റ് വേർഡിലാണ് ആക്ച്വലി ഈ ഫയൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മേളത്തെ റിവ്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ ഡിക്ഷണറി നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് വാക്കിൻ്റെ നമുക്ക് ഡിക്ഷണറി ഇവിടെ ഏത് വാക്കിൻ്റെ മീനിങ് നമുക്കിവിടെ ചെക്ക് ചെയ്യാനാണ്. ഉദാഹരണത്തിന് കെസം, CHASM എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഇവിടെ വരുന്നത് ക്രൈറ്റർ, ഗൾഫ്. അതാണ് ഇവിടെ നോക്കാം. ക്രൈറ്റർ വളരെ ഗർത്തം എന്നൊക്കെ ഉള്ളതാണ്. വളരെ ഇപ്പോൾ ഒരു ബോംബൊക്കെ ഒരിടത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയൊരു കുഴി അല്ലെങ്കിൽ അതിനൊക്കെയാണ് ക്രൈറ്റർ എന്നൊക്കെ പറയുന്നത്. ഗൾഫ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എന്താണ് പറയുക, വിസ്താരം, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള നടുക്കുള്ള ഒരു ഗ്യാപ്പിനാണ് ഗൾഫ് എന്നൊക്കെ പറയുന്നത്. ദർ ഇസ് എ ഗൾഫ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ശ്രീലങ്ക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു അകലമുണ്ട്, അല്ലെങ്കിൽ ഗ്യാപ്പ്. അപ്പോൾ അബിസ് എന്ന് തന്നെ പറയുന്നുണ്ട് ഇവിടെ. കെസമിൻ്റെ സിനോണിമാണ് അബിസ്. പിന്നെ ഉള്ളതാണ് റിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ്. ബോട്ടംലെസ് എന്ന് പറഞ്ഞാൽ താഴ് താഴ് ബോട്ടം ഇല്ലാത്ത, ഏറ്റവും അടിയിലത്തെ ആ ഒരു പ്രദേശമാണല്ലോ ഏതിൻ്റെ. ഇപ്പം നമ്മുടെ ബോട്ടിലിൻ്റെ ബോട്ടമുണ്ട്, അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ ബോട്ടമുണ്ട്, സീക്ക് ഒരു ബോട്ടമുണ്ട്, റിവറിൻ്റെ ബോട്ടമുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഏറ്റവും താഴെത്തട്ടുന്നതാണ് ബോട്ടം എന്ന് പറയുന്നത്. ബോട്ടംലെസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാത്ത, ബോട്ടം ഇല്ലാത്ത, സീമിംഗ്ലി ബോട്ടംലെസ് കെസം, വലിയൊരു അഗാധമായിട്ടുള്ളൊരു ഗർത്തം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഡീപ്പ് ഓർ സീമിംഗ്ലി ബോട്ടംലെസ് കെസം. അല്ലെങ്കിൽ ഇമ്മഷറബിൾ ഡെപ്ത് എന്ന് പറയും. മെഷർ ചെയ്യാൻ പറ്റാത്ത അത്ര ആഴം. ഇമ്മഷറബിൾ, ദാറ്റ് കനോട്ട് ബി മെഷേർഡ് എന്നുള്ളതാണ് ഇമ്മഷറബിൾ എന്ന് പറയുന്നത്. ഡെപ്ത് എന്ന് പറഞ്ഞാൽ ആഴമാണ്. അപ്പം അങ്ങനെയുള്ളതിനാണ് അബിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വൈഡ് ഓർ പ്രൊഫൗണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ, വ്യൂ പോയിന്റ്സ്, ഫീലിങ്സ് എറ്റ്സെട്ര. രണ്ട് ആൾക്കാർ തമ്മിൽ, രണ്ട് തരത്തിലുള്ള ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം. വൈഡ് ഓർ പ്രൊഫൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് എന്നുള്ള അർത്ഥമാണ്. നമുക്ക് അർത്ഥം ഇവിടെ നോക്കാം. പ്രൊഫൗണ്ടിൻ്റെ PROFOUND, പ്രൊഫൗണ്ട് പറഞ്ഞാൽ ഡീപ്പ് അല്ലെങ്കിൽ തോട്ട്ഫുൾ എന്നൊക്കെയുള്ള പ്രൊഫൗണ്ട് തിങ്കിങ്. ഇവിടുത്തെ അർത്ഥം പ്രൊഫൗണ്ട് ഡീപ്പ് എന്നുള്ള അർത്ഥമാണ്. വൈഡ് ഓഫ് പ്രൊഫൗണ്ട് ഡിഫറൻസ്, ഡീപ്പ് ഡിഫറൻസ്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ ഗ്രേറ്റ് ഡിഫറൻസ് എന്നൊക്കെ പറയാൻ പറ്റും പ്രൊഫൗണ്ടിൻ്റെ ഇവിടുത്തെ അർത്ഥം. എ പ്രൊഫൗണ്ട് വൈഡ് ഡിഫറൻസ് ബിറ്റ്വീൻ പീപ്പിൾ, വ്യൂ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരം, വ്യത്യാസം. അതിനെ അബിസ് എന്നൊക്കെ പറയാം. അബിസ് ഓഫ് വ്യൂ പോയിന്റ്സ്, അബിസ് ഓഫ് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേര് തമ്മിലുള്ള രണ്ട് വ്യക്തികൾക്കിടയിലുള്ള ഫീലിങ്സിൻ്റെ വ്യത്യാസം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഫീലിങ്സിൻ്റെ വ്യത്യാസം, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് തരം ആൾക്കാർ തമ്മിലുള്ള, വി ക്യാൻ സേ there is a profound difference between the people of the Europe and people of Asia. ഏഷ്യയിലെയും യൂറോപ്പിലെയും തമ്മിലുള്ള ജനങ്ങൾ തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. അതിനെ നമുക്ക് അബിസ് എന്നുള്ള വാക്കാണ്. there is an abyss between the people of Europe and the people of Asia. അല്ലെങ്കിൽ there is an abyss in the feelings of two different people. There is an abyss in the viewpoints of two different people. അതാണ് അബിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് സെൻറ്റൻസ് ആണ് ഇവിടെ പറയുന്നത്. The hikers stood at the edge of the cliff. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴ്ക്കാന്തൂക്കായിട്ടുള്ള മലകളാണ്. ക്ലിഫ്, CLIFF, ക്ലിഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓവർഹാങ് ചെയ്തിരിക്കുന്ന കിഴ്ക്കാന്തൂക്കായിട്ടുള്ള റോക്ക് ഫേസ്, ക്ലിഫ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന എഡ്ജ് ഓഫ് ദ ക്ലിഫ് എന്ന് പറഞ്ഞാൽ ആ കിഴ്ക്കാന്തൂക്കായിട്ടുള്ള മലയുടെ മുകളിൽ അതിൻ്റെ എഡ്ജിൽ ഹൈക്കേഴ്സ് സ്റ്റുഡ്. ഹൈക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ക്ലൈംബേഴ്സ് ആണ്, മല കയറുന്ന ആൾക്കാർ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈക്കേഴ്സ്. HIKERS, ഹൈക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോക്കർ, ട്രക്കർ, ക്ലൈംബർ എന്നൊക്കെ. ട്രക്കിംഗ് അങ്ങനെ ട്രക്ക് ചെയ്യുന്നവരാണ് ഹൈക്കർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്ലൈംബേഴ്സ്, മൗണ്ടൻ ക്ലൈംബ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ the climbers stood at the edge of the cliff and peering into the dark abyss below. എന്നിട്ട് താഴേക്ക് വളരെ വളരെ
അബിസ് എന്ന് പറഞ്ഞാൽ ഇമഷറബിൾ ആയിട്ടുള്ള ഡെപ്തിലേക്ക്, ആഴത്തിലേക്ക് അവർ വളരെ ക്യൂരിയസ് ആയിട്ട് പീറിങ് ഇൻറ്റു ക്യൂരിയസ് ആയിട്ട് നോക്കുക എന്നുള്ളതാണ്, വളരെ ആകാംക്ഷയോടെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ അബിസ് എന്നുള്ള വാക്കാണ് നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ ദ ഇക്കണോമിക് കൊളാപ്സ് ക്രിയേറ്റഡ് ആൻ അബിസ് ഓഫ് പോവർട്ടി. അബിസ് ഓഫ് പോവർട്ടി എന്ന് പറഞ്ഞാൽ വെരി പ്രൊഫൗണ്ട് അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള പോവർട്ടി, സാമ്പത്തികമായിട്ടുള്ള മാന്ദ്യം അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച രാജ്യത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്ത് വളരെയധികം പിന്നെ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് അബിസ് ഓഫ് പോവർട്ടി എന്ന് പറയുന്നത്. അബിസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും പിന്നെ ഡീപ്പായിട്ടുള്ള പ്രൊഫൗണ്ട് ആയിട്ടുള്ള അവസ്ഥയെ നമുക്ക് അബിസ് എന്നുകൊണ്ട് പറയാം. അബിസ് ഓഫ് ഡെപ്ത് അല്ലെങ്കിൽ അബിസ് ഓഫ് പോവർട്ടി, അബിസ് ഓഫ് വ്യൂ പോയിന്റ്സ്, അബിസ് ഓഫ് ഫീലിങ്സ് എന്നൊക്കെ പറയാം. അവ രണ്ട് പ്രധാനമായിട്ടുള്ള മീനിങ്സ് ആണ് അബിസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ അതുപോലെ തന്നെ ഇന്നത്തെ ഫൈനലായിട്ടുള്ള വൊക്കാബുലറിയാണ് അക്കാഡമി എന്ന് പറയും. അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വാട്ട് ഈസ് അക്കാഡമി. അക്കാഡമി എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓർ കോളേജ് എന്നുള്ള അർത്ഥമാണ്. എഡ്യൂക്കേഷണലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ, കോളേജ്, കോൺസർവേറ്ററി, അങ്ങനെയൊക്കെയുള്ള ആർട്സ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, മിലിറ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെയുള്ള അർത്ഥം എന്നാണ് അക്കാഡമി എന്ന് പറയുന്നത്. അക്കാഡമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ്? കമ്മ്യൂണിറ്റി ഓഫ് യൂണിവേഴ്സിറ്റി, അക്കാഡമിക് വേൾഡ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ എൻവയൺമെൻറ്റ് ഓർ കമ്മ്യൂണിറ്റി കൺസേൺ വിത്ത് പെർസ്യൂയിങ് റിസർച്ച്, എഡ്യൂക്കേഷൻ, സ്കോളർഷിപ്പ്. അതായത് റിസർച്ചുമായിട്ടും എഡ്യൂക്കേഷനുമായിട്ടും സ്കോളർഷിപ്പായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ലോകത്തിനെയാണ് അക്കാഡമിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ വേൾഡ് ഓഫ് അക്കാഡമീഷ്യൻസ്. അത് മറ്റ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറഞ്ഞ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുമായിട്ടും എഡ്യൂക്കേഷനുമായിട്ടും പ്രൊഫസേഴ്സ്, ലെക്ചറേഴ്സ്, റിസർച്ച് ഫെലോസ് അല്ലെങ്കിൽ സ്കോളർഷിപ്പ് ഫെലോസ്, PhD ഡോക്ടേഴ്സ്. അപ്പോൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഇക്കോസിസ്റ്റത്തിനെയാണ് അല്ലെങ്കിൽ അവരുടെ ലോകത്തിനെയാണ്, അക്കാഡമിക് വേൾഡിനെയാണ് നമുക്ക് അക്കാഡമിയ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ദ അക്കാഡമിക് വേൾഡ്, ദ സ്കോളാസ്റ്റിക് വേൾഡ്, ദ വേൾഡ് ഓഫ് സ്കോളേഴ്സ്. സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പീപ്പിൾ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റൻസ് ആണ്, എക്സാമ്പിൾ സെൻറ്റൻസ് ആണ്, ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ കരിയർ. ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ കരിയർ ഇൻ അക്കാഡമിയ. അക്കാഡമിയയിലാണ് അവരുടെ ഏറ്റവും കരിയറിൻ്റെ കൂടുതൽ ഭാഗവും ചെലവഴിച്ചത്. ടീച്ചിങ് ആൻഡ് കോണ്ടക്ടിങ് റിസർച്ച് അറ്റ് ദി യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയും അതുപോലെ റിസർച്ച് നടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും കൂടുതൽ സമയം അതിനുവേണ്ടിയാണ് ചെലവഴിച്ചത്. ഷീ സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹർ കരിയർ ഇൻ അക്കാഡമിയ. The debate over the new theory sparked interest and discussion throughout academia. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദങ്ങൾ, പുതിയ തിയറിയെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങൾ. അക്കാഡമിയായിൽ മൊത്തം അതൊരു പുതിയ ഡിസ്കഷനും അല്ലെങ്കിൽ പുതിയൊരു വാഗ്വാദത്തിനും അല്ലെങ്കിൽ സ്പാക്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കഷൻ എന്നുള്ളതാണ് ആ പുതിയ തിയറിയെക്കുറിച്ചുള്ള. സ്പാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഗ്നൈറ്റ് ചെയ്യുക, തിരിതെളിക്കുക എന്നൊക്കെയുള്ളതാണ്. സ്പാർക്കിംഗ്, ഇഗ്നൈറ്റിംഗ് എന്നുള്ള അർത്ഥം. ഇഗ്നൈറ്റ്, ഗ്ലോയിങ് തിളങ്ങുന്ന. ഇവിടുത്തെ അർത്ഥം ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഒരു കിക്ക് സ്റ്റാർട്ട്, തുടക്കം കുറിക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയും. സ്പാർക്ക് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കഷൻ ത്രൂ ഔട്ട് അക്കാഡമിയ. അക്കാഡമിക് വേൾഡിൽ മൊത്തം അത് ഒരു പുതിയ ഡിബേറ്റിന് വഴി തുറന്നു എന്നുള്ളതാണ്. അത് മൂന്നാമത്തെ എക്സാമ്പിൾ, ട്രാൻസിഷനിങ് ഫ്രം അക്കാഡമിയ ടു ദി കോർപ്പറേറ്റ് വേൾഡ് ക്യാൻ ബി ചലഞ്ചിങ് ഡ്യൂ ടു ദ ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കൾച്ചേഴ്സ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് എന്നുള്ള അർത്ഥമാണ്. ട്രാൻസിഷൻ, ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഓവർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നതാണ് ട്രാൻസിഷനിങ് ഫ്രം അക്കാഡമിയ ടു, അക്കാഡമിയയിൽ നിന്ന് കോർപ്പറേറ്റ് വേൾഡിലേക്ക് ട്രാൻസിഷൻ ചെയ്തത്, ചേഞ്ച് ഓവർ ക്യാൻ ബി വെരി ചലഞ്ചിങ്. അത് വളരെ വെല്ലുവിളികളുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് എക്സ്പെക്റ്റേഷൻസ് ആൻഡ് കൾച്ചേഴ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് വേൾഡ്സ്. രണ്ട് ലോകത്തിൻ്റെയും, അക്കാഡമി
അക്കാഡമിയുടെയും അല്ലെങ്കിൽ അക്കാഡമിക് വേൾഡിൻ്റെയും കോർപ്പറേറ്റ് വേൾഡിൻ്റെയും പ്രത്യേകതകൾ കൊണ്ട് അല്ലെങ്കിൽ വ്യത്യാസങ്ങൾ കൊണ്ട് അക്കാഡമിക് വേൾഡിൽ നിന്നും അക്കാഡമിയിൽ നിന്നും ട്രാൻസിഷൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് കോർപ്പറേറ്റ് വേൾഡിലേക്ക് പോകുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക്കാണ് അല്ലെങ്കിൽ ചലഞ്ചിങ് ജോബാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അക്കാഡമിയ എന്നുള്ള വാക്കിനാണ് പ്രോമിനൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അക്കാഡമിയ എന്നുള്ള വേർഡിനെ എംബസൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 വാക്കുകളാണ് ഇന്നത്തെ അബിസ്മൽ, പിന്നെ അതുപോലെ തന്നെ എന്താണ് അബിസ്, പിന്നെ അക്കാഡമിയ. അബിസ്മൽ എന്ന് പറഞ്ഞാൽ വെരി ബാഡ്, വളരെ മോശമായിട്ടുള്ളത്. അപ്പാലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പാലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ബാഡ്, ഷോക്കിംഗ് ഒക്കെയുള്ള അർത്ഥമാണ് അപ്പാലിംഗ്. രണ്ടാമത്തേന് അബിസ് എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടുള്ള, വളരെ മെഷർ ചെയ്യാൻ പറ്റാത്തത്രയും ഡെപ്തുള്ള, ബോട്ടംലെസ്, കെസം എന്ന് പറഞ്ഞാൽ ഗ്യാപ്പ്, ക്രൈറ്റർ എന്നൊക്കെയാണ്. അല്ലെങ്കിൽ പ്രൊഫൗണ്ടായിട്ടുള്ള, വൈഡായിട്ടുള്ള ഡിഫറൻസസ് വരും രണ്ട് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ, 2 തരത്തിലുള്ള വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ 2 കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം, 2 തരം ഫീലിങ്സ് അല്ലെങ്കിൽ തോന്നലുകൾ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതിനെയൊക്കെ സൂചിപ്പിക്കാൻ നമുക്ക് അബിസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റും. അബിസ് ഓഫ് ഫീലിങ്സ്, അബിസ് ഓഫ് വ്യൂ പോയിന്റ്സ്, അബിസ് ഓഫ് പേഴ്സണാലിറ്റീസ്. 2 വ്യക്തികളുടെ പേഴ്സണാലിറ്റീസ് തമ്മിലുള്ള വളരെയധികം അന്തരം, വ്യത്യാസം, അത് വളരെ എക്സ്ട്രീമായിട്ടുള്ള ഇതിനെയാണ് അബിസ് എന്ന് പറയുന്നത്. വെറും വ്യത്യാസമല്ല, മിയർ ഡിഫറൻസ് അല്ല, അബിസ് പേഴ്സണാലിറ്റി അബിസ് എന്ന് പറയാൻ പറ്റും. വളരെ വൈഡായിട്ടുള്ള അന്തരം ഇതിനെ സൂചിപ്പിക്കുന്നതാണ് അബിസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ അക്കാഡമി എന്ന് പറയുന്നത്. അക്കാഡമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് വേൾഡ് ആസ് എ ഹോൾ എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്തിൽ എഡ്യൂക്കേറ്റേഴ്സും റിസർച്ചേഴ്സും സ്കോളേഴ്സും അല്ലെങ്കിൽ പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, അവരൊക്കെ ഉൾപ്പെടുന്ന ലോകമാണ് അക്കാഡമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അക്കാഡമിക് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മറ്റ് എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫ്സ്, ഫോർ എക്സാമ്പിൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്സ്, അതുപോലുള്ള സ്റ്റാഫ്സ് ഒന്നും അക്കാഡമിയിൽ വരത്തില്ല. അക്കാഡമിയിൽ വരുന്നത് ഓൺലി പ്രൊഫസേഴ്സ്, ലെക്ചേഴ്സ്, റിസർച്ച് സ്കോളേഴ്സ്, പിന്നെ എഡ്യൂക്കേറ്റേഴ്സ്, ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസിൻ്റെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എൻവയൺമെൻറ്റ്, അവരുണ്ടാക്കുന്ന എൻവയൺമെൻറ്റിനെയാണ് അക്കാഡമി എന്ന് പറയുന്നത്. സോ ഈ 3 വാക്കുകൾ ആണ് നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് മനസ്സിലാക്കാനുള്ളത്. അതപ്പോൾ വളരെ കോമൺ ആയിട്ട് നമ്മൾ ഇതിനകത്തിൽ ഉപയോഗിച്ച് കേൾക്കുന്ന പദം അക്കാഡമിയാണ്. അബിസ് എന്നൊക്കെ ഉള്ളത് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വൊക്കാബുലറീസ് ആണ്. അപ്പം അത് തീർച്ചയായിട്ടും ഈ അഡ്വാൻസ്ഡ് വൊക്കാബുലറീസ് നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ സ്റ്റാൻഡേർഡിനെ എക്സ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. അക്കാഡമിയ പൊതുവെ ജനറലായിട്ട് അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡായിട്ട് കോമൺ ആയിട്ട് അറിയാവുന്നൊരു വൊക്കാബുലറി ആയിരിക്കാം സാധ്യതയുണ്ട്. അബിസും അങ്ങനെയാണ്. അപ്പോൾ ഈ 3 വാക്കുകൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. എക്സാമ്പിൾസ്, ബേസിക് ആയിട്ടുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ് അവയുടെ അർത്ഥത്തോടുകൂടി പഠിക്കുക. അപ്പം ഈ മൈക്രോസോഫ്റ്റ് വേർഡിൽ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് നമുക്ക് ഈ റിവ്യൂ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഡിക്ഷണറി നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയാണ് ഡിക്ഷണറി. ഈ പറഞ്ഞ എൻ്റെ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, തിയോസോറസ് അങ്ങനെ ഉണ്ടാവും എന്തായാലും ഡിക്ഷണറി. അത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏത് വാക്കിൻ്റെയും മീനിങ് നമുക്ക് റൈറ്റ് സൈഡിൽ ആ കോളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഈ 3 വാക്കുകൾ കൊണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 3 വാക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ ആൻഡ് ഗുഡ് നൈറ്റ് ടു ഓൾ.